ഏവർക്കും സ്നേഹവന്ദനം. ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള ചരിത്രപരമായ വസ്തുതകളെ കൃത്യമായി വരച്ചു കാണിച്ചാലും വിശ്വസിക്കാത്ത അക്ബർ സാഹിബിനെ പോലെയുള്ള ചില ആളുകൾ, എത്ര സത്യമാണെങ്കിലും തെളിവുകൾ അന്വേഷിച്ച് നടക്കുന്നതായിട്ടുള്ള നിരീശ്വരവാദികളായിരിക്കുന്ന പ്രിയപ്പെട്ട രവിചന്ദ്രൻ മാസ്റ്ററെ പോലെയുള്ള നിരീശ്വരവാദികൾ, ഇവരെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഞാൻ ചില വസ്തുതകൾ ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തെ സംബന്ധിച്ച് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൻ്റെ മരണവും പുനരുദ്ധാനവും അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പും അത് ലോകത്തിനൊരു ചരിത്രം തന്നെ നൽകിയതായിട്ടുള്ള വസ്തുതയാണ്. അതിനെ തിരസ്കരിക്കുന്നവർ ചരിത്രത്തെയാണ് തിരസ്കരിക്കുന്നത്. സത്യത്തെ തിരസ്കരിക്കുന്നവർ വ്യാജത്തിലേക്കാണ് തങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒക്കെ വ്യതിചലിപ്പിക്കുന്നത് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് സത്യം നിങ്ങൾ അറിയുകയും സത്യത്താൽ നിങ്ങൾ സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളത് അതൊരു പരമമായ സത്യം തന്നെയാണ്. ആ സത്യത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വസ്തുതകളെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ചിന്തിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള 7ാമത്തെ കാര്യമാണ് ചിന്തിക്കുന്നത്. അത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സമയത്ത്, യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് മരിക്കുന്നതായിട്ടുള്ള സമയത്ത് യെരുശലേം ദേവാലയത്തിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ യെരുശലേം ദേവാലയം യഹൂദന്മാരുടെ അഭിമാന സ്തംഭമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യെരുശലേം എന്ന് പറയുന്നത് ദാവീദ് എന്ന് പറയുന്ന അവരുടെ പൂർവ്വപിതാവായിരിക്കുന്ന ആദ്യത്തെ അവരുടെ ഏറ്റവും അധികം മാനിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു രാജാവിൻ്റെ, യഥാർത്ഥത്തിൽ ശൗലാണ് ആദ്യ രാജാവ്, പിന്നീട് വന്ന വ്യക്തിയാണ് ദാവീദ്. ആ ദാവീദിൻ്റെ കാലഘട്ടത്തിലാണ് യെരുശലേം നഗരം പണിയപ്പെടുന്നത്. നമുക്കതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് യഹൂദന്മാരുടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ കാണുന്നത് ദാവീദിൻ്റെ മകനായിരിക്കുന്ന ശലോമോൻ ദേവാലയം പണിതു. മനോഹരമായ ആ ദേവാലയം നാളുകൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് മനോഹരമായ രീതിയിൽ അത് പണിതു. അത് പണിതിനൊക്കെ കൃത്യമായ രേഖകളും അത് പണിതതിൻ്റെ എല്ലാ തെളിവുകളും നമുക്ക് അവരുടെ ക്രോണിക്കൽസിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെ പണിയപ്പെട്ടതായിട്ടുള്ള ദേവാലയത്തിന് പ്രധാനമായും 3 സ്ഥലങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്ന് സൂചിപ്പിച്ചു വിട്ടു. ജനങ്ങളെല്ലാവരും നിൽക്കുന്ന, സാമാന്യ ജനങ്ങൾക്ക്, യഹൂദന്മാരായ പുരുഷന്മാർക്ക് നിൽക്കാനുള്ള സ്ഥലം, സ്ത്രീകൾക്ക് നിൽക്കാനുള്ള സ്ഥലം, വിജാതീയരായിട്ടുള്ള ആളുകൾ വന്നാൽ നിൽക്കുന്ന സ്ഥലം, അതിനെയൊക്കെ പൊതുവിൽ പറയുമ്പോൾ അവർ വിളിച്ചുകൊണ്ടിരുന്നത്, പൊതുവിൽ അവർ പറയുമ്പോൾ പ്രാകാരം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രാകാരം, സാങ്ച്വറി എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. ആ സാങ്ച്വറിയിലാണ് സാധാരണ ജനങ്ങൾ, യഹൂദന്മാരായിട്ടുള്ളവരായിരുന്നാലും സ്ത്രീകൾ സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ വിജാതീയ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളൊക്കെ നിൽക്കുന്ന, യഹൂദ മത അനുസാരികളായിട്ടുള്ള ആളുകളൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ പ്രാകാരം അഥവാ സാങ്ച്വറി എന്ന് പറയുന്നത്. അതിന് ശേഷം ഒരു കർട്ടൻ വെച്ച് മറച്ചിരിക്കുന്ന ഒരു പ്രദേശമുണ്ട്. ആ സ്ഥലത്തിനെയാണ് ഹോളി പ്ലേസ് അഥവാ വിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്നത്. ആ വിശുദ്ധ സ്ഥലം വളരെ കൃത്യമായ ചില കാര്യങ്ങളാലാണ് അത് അവിടെ വെച്ചിരിക്കുന്നത്. ആ തിരശ്ശീലയുടെ പിന്നാമ്പുറത്ത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അത് ഒരു വലിയ തിരശ്ശീല കൊണ്ട്, ഒരു കർട്ടൻ കൊണ്ടാണ് മറച്ചിരിക്കുന്നത്. തിരശ്ശീല എന്ന് പറഞ്ഞാൽ ഒരു കർട്ടൻ. ആ കർട്ടൻ കൊണ്ടാണ് പരസ്പരം വേർതിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ 2 മുറികളായിരുന്നു. അതിനകത്ത് ആ ദേവാലയത്തിൻ്റെ കെട്ടിടത്തിലെ ആദ്യത്തെ മുറിയെ വിശുദ്ധ സ്ഥലം എന്നും തിരശ്ശീലയ്ക്കകത്തുള്ള, തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള 2ാമത്തെ അകത്തെ മുറിയെ അതിവിശുദ്ധ സ്ഥലം, ദ മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലം, അങ്ങനെ 2ആയിട്ട് വിളിക്കുകയാണ്. അതിനകത്ത് ആദ്യ മുറിയിൽ അഥവാ വിശുദ്ധ സ്ഥലത്ത് അവിടെ പുരോഹിതന്മാർക്ക് കാഴ്ചയപ്പവും മേശയിലെ അപ്പവും ധൂപവർഗവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തിരിക്കം, മൂര്, ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന സ്ഥലമാണ്. ദേവാലയത്തിൽ അവർ കാഴ്ച അർപ്പിക്കുന്ന സമയത്ത്, ദൈവത്തിന് ആരാധനകൾ അർപ്പിക്കുമ്പോൾ അവരതിന് ധൂപപീഠത്തിൽ നിന്നുകൊണ്ടാണ് ധൂപവർഗം എടുത്ത് അവർ കൃത്യമായിട്ട് ദൈവത്തിന് പ്രാർത്ഥനകളുടെ ഭാഗമായി അത് അർപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. നല്ല മണമൊക്കെ നമുക്കറിയാമല്ലോ. ചില സഭകളിലെ, പള്ളികളുടെ ഒക്കെ സമീപത്തൂടെ പോയി കഴിഞ്ഞാൽ കുന്തിരിക്കത്തിൻ്റെ മണമൊക്കെ ഞായറാഴ്ച കുർബാനയുടെ മധ്യത്തിൽ ധൂപവർഗ്ഗങ്ങളൊക്കെ ഇട്ട് അത് നമ്മൾക്ക് അറിയാവുന്ന പോലെ ധൂപം വീശുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തും ആ ധൂപവർഗം, അത് മേശയിലെ ധൂപവർഗവും 7 ശാഖകളുള്ള ഒരു നിലവിളക്ക് അവിടെ ഉണ്ടാകും. ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 തണ്ടുള്ള ഒരു നിലവിളക്കാണ്. നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന നിലവിളക്ക് പോലെയല്ല. അവരുടെ നിലവിളക്ക് 7 ശാഖകളുണ്ട്. മധ്യത്തിലൊന്ന്, 3 വേറെ 3 വീതം ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന
ഒരു താമര പോലെ ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു വിളക്കാണ്, നിലവിളക്കാണത്. അപ്പോൾ അതിനകത്ത് ഒലിവെണ്ണയും നിറയ്ക്കുക പതിവാണ്. സാമാന്യ ഏതെങ്കിലും എണ്ണകളല്ല, ഒലിവെണ്ണ തന്നെ നിറച്ചുകൊണ്ട് അത് അവർ കൃത്യമായി ദൈവസന്നിധിയിൽ പ്രകാശിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിനൊരു സിംബോളിക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പുരോഹിതന്മാരെ വേർതിരിക്കുന്നത് 30 അടി വീതിയുള്ള ഒരു മനുഷ്യൻ്റെ കൈപ്പത്തി പോലെ കട്ടിയുള്ള തിരശ്ശീല ആയിരുന്നു. അപ്പോൾ സാധാരണ ജനങ്ങൾ നിൽക്കുന്ന പ്രാകാരത്തിൽ നിന്ന് പുരോഹിതന്മാരെ ഈ തിരശ്ശീല വേർതിരിക്കുമായിരുന്നു. തിരശ്ശീലയ്ക്ക് അപ്പുറം ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു മേഘത്തിൽ വസിച്ചിരുന്ന അതിവിശുദ്ധ സ്ഥലം ഉണ്ടായിരുന്നു. അതായത് ദൈവികമായ സാന്നിധ്യം ഇസ്രായേൽ മക്കൾക്ക് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് അഗ്നി തൂണായിട്ടും മേഘസ്തംഭമായിട്ടും അവരോട് കൂടെ ഉണ്ടായിരുന്നതിൻ്റെ പരിച്ഛേദമായി, അതിൻ്റെ അടയാളമായിട്ട്, അതിൻ്റെ ഒരു സിംബോളിക്കായിട്ടാണ് ഈ വിധത്തിൽ അതിവിശുദ്ധ സ്ഥലത്തെ അവരെ വേർതിരിച്ചിരുന്നത്. മാത്രമല്ല, സോളമൻ്റെ മന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ അകത്തെ മുറിയിൽ ഒരു ഉടമ്പടി പെട്ടകം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേകമായ പെട്ടി ഉണ്ടായിരുന്നു. അത് ഖദിരമരം കൊണ്ട് ഉണ്ടാക്കണമെന്ന് മോശ ആവശ്യപ്പെട്ടതുപോലെ അന്ന് വളരെ കൃത്യമായിട്ട് അതുണ്ടാക്കുകയും അങ്ങനെ ആ പെട്ടിയെ ഉടമ്പടിയുടെ പെട്ടകം അല്ലെങ്കിൽ കവനന്റ് ആർക്ക് എന്നാണ് അവർ വിളിച്ചിരുന്നത്. ആ കവനന്റ് ആർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തും പുറത്തും ശുദ്ധമായ സ്വർണം കൊണ്ട് പൊതിഞ്ഞതായിരുന്നു. ഈ ഖദിരമന്ദിരത്തെ അവർ കൃത്യമായി നല്ല തനി തങ്കം കൊണ്ട് പൊതിഞ്ഞിട്ട് ഉള്ളതായിരുന്നു. ഉടമ്പടി പെട്ടകത്തിൽ 10 കൽപ്പനകളെ എഴുതി സൂക്ഷിച്ചിരുന്നു. അപ്പം ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്നതായിട്ടുള്ള ആ 10 കൽപ്പനകളെ വളരെ കൃത്യമായിട്ട് എഴുതി അത് സൂക്ഷിച്ചിരുന്നു. അതിനെ വിളിച്ചിരുന്നത് കൃപാസനം എന്നാണ്. കരുണയുടെ ഇരിപ്പിടം എന്നർത്ഥം വരുന്ന കൃപാസനം എന്നാണ് അത് വിളിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഒരു സ്വർണ്ണ കവർ അല്ലെങ്കിൽ ഒരു മൂടി അതിനുണ്ടായിരുന്നു. ഇതിനെ ഖദിരമരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പെട്ടിയെ അതിന് മൂടിയിരുന്നൊരു സ്വർണ്ണ മൂടി അതിന് ഉണ്ടായിരുന്നു. അപ്പം ഈ കൃപാസനത്തിലേക്ക് നോക്കുമ്പോൾ പെട്ടകത്തിൻ്റെ ഇരുവശത്തുമായിട്ട് 2 സ്വർണ്ണ കെരൂബുകൾ ഉണ്ടായിരുന്നു. ഈ കെരൂബുകൾ ദൂതന്മാരുടെ പ്രതിനിധികളെ പോലെയാണ്. ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്നവരുടെ പര്യായമായിട്ട് അതിൻ്റെ ഒരു തെളിവായിട്ടാണ് ആ കെരൂബുകളെ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിരുന്നത്. അവരുടെ ചിറകുകൾ മുറിയുടെ ഇരുവശങ്ങളിലും സ്പർശിക്കത്തക്കവണ്ണം അത്ര ഗംഭീരമായിട്ടുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് അവരുടെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1-ാമത്തെ പുസ്തകത്തിൽ തന്നെ അതിൻ്റെ 6-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ചരിത്രപരമായി അവർ ആചരിച്ചു പോന്നതായിട്ടുള്ള ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ ദിനംതോറും മനസ്സിലാക്കി വെച്ചിരുന്നതായിട്ടുള്ള ചില വസ്തുതകളാണ്. അപ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വസ്തുതകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അവർക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പര്യായമാണ് ഈ പറഞ്ഞായിട്ടുള്ള ഖദിരമരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കൃപാസനം. ആ കൃപാസനം ഓരോ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവം തങ്ങളോടൊപ്പം തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുവാൻ, തങ്ങളെ വ്യക്തിപരമായി സംരക്ഷിക്കുവാൻ, തങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിക്കാൻ മതിയായവനാണെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് ഈ ഷക്കീന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം, ദ ഗ്ലോറി ഓഫ് ഗോഡ്, ഗ്ലോറി ഓഫ് യാഹ്വേ, ദൈവത്തിൻ്റെ ഷക്കീന എന്നാണ് അവർ വിളിക്കുന്നത്. ഷക്കീന അതൊരു എബ്രായ പദമാണ്. ആ ഷക്കീന അഥവാ മഹത്വം ഒരു മേഘം പോലെ പ്രകടമായത് കൃപാസനത്തിൽ ആയിരുന്നതായിട്ട് അവരെ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവിക കൂട്ടായ്മയുടെ സാന്നിധ്യം അവർക്ക് അതിലൂടെ അനുഭവിക്കുവാൻ കൊണ്ടിടയായിത്തീരുന്നു. അവിടെ ഉടമ്പടിയുടെ നിയമപ്പെട്ടകത്തിന് മുകളിലുള്ള 2 കെരൂബുകളുടെ മധ്യത്തിലുള്ള ഒരു മൂടുപടത്തിന് മുകളിൽ ഞാൻ നിങ്ങളെ കാണും എന്ന് പുറപ്പാട് പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ രേഖപ്പെടുത്തി വെച്ചിരുന്നു. അപ്പോൾ ദൈവം അവരെ കാണുന്നു, ദൈവം അവരെ നോക്കുന്നു, ദൈവം അവരെ അറിയുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അല്ലെങ്കിൽ ഈജിപ്തിൽ അടിമകളായിട്ടിരിക്കുന്ന സമയത്ത് മോശയ്ക്ക് വെളിപ്പെട്ടവനായ യഹോവയാം ദൈവം മോശയോട് പറയുന്നുണ്ട്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. അപ്പോൾ അത് ഉറപ്പിച്ച് ദൈവം പറയുകയാണ്, അങ്ങനെ അവരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വന്നവനായ ദൈവം അവരെ കാണുന്നു എന്നുള്ള ഉറപ്പും നിശ്ചയവും അവരെ വിടുവിച്ചു കൊണ്ടുവരുന്ന സമയത്ത് മോശയിലൂടെ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം
വാക്യത്തിൽ ദൈവം കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ കെരൂബ് വസിക്കുന്ന കൃപാസനം ഇരിക്കുന്നതായിട്ടുള്ള ആ സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരു ദിവസം പാപപരിഹാര ദിനത്തിൽ, അത് അവരുടെ ഒരു പ്രത്യേക ഉത്സവ ദിവസമാണ്. അവരുടെ രാജ്യത്തിൻ്റെ ജനതകളുടെ മൊത്തത്തിൽ, ഇസ്രായേലിൻ്റെ മൊത്തത്തിലുള്ള പാപപരിഹാര ദിനം അവർ പ്രത്യേകമായിട്ട് ആചരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ദിനത്തിൽ മഹാപുരോഹിതൻ തൻ്റെ മനോഹരമായ ആചാരപരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റിയിട്ട്, അവർക്ക് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന അങ്കി ഉണ്ടല്ലോ, അപ്പോൾ ഇതേപോലുള്ള അങ്കിയും അതിൻ്റെ മേലങ്കികളും അതിനെ പല വിധത്തിൽ ചിത്രപ്പണികളോടുകൂടെ ഒക്കെ കൊത്തിവെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം അഴിച്ചു മാറ്റിയതിന് ശേഷം ഈ മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ പാപപരിഹാര ദിനത്തിൽ വെളുത്ത ലിനനങ്കി ധരിച്ചുകൊണ്ട് ഇടത് കണങ്കാലിൽ ഒരു കയറും, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ചിരി വന്നേക്കാം, പക്ഷേ അതെന്തിനാണെന്നുള്ള ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. മഹാപുരോഹിതൻ്റെ ഇടത്തെ കാലിൻ്റെ കണങ്കാലിൽ ഒരു കയറ് കെട്ടും, എന്നിട്ട് വസ്ത്രത്തിൻ്റെ അരികിൽ ഒരു ചെറിയ മണിയും കെട്ടും. ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയ മണിയും, ഇങ്ങനെ മണിയടിക്കുന്ന മണിയും കെട്ടും. എന്നിട്ട് ധൂപപീഠത്തിൽ നിന്ന് തിളങ്ങുന്ന കനൽ കൊണ്ട് നിർമ്മിച്ച ഒരു കലശവുമായിട്ട് അദ്ദേഹം അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും. അതായത് പാപപരിഹാര ദിനം വർഷത്തിലൊരിക്കലാണത്. അന്ന് സകല ജനത്തിൻ്റെയും പാപവും തൻ്റെ പാപവും വഹിച്ചുകൊണ്ട് ഈ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളിന്മേൽ വസിക്കുന്നവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ നിങ്ങളെ കാണും എന്ന് എഴുതിയിരിക്കുന്നതായിട്ടുള്ള മനോഹരമായ ആ സ്ഥലത്തേക്ക്, അതിവിശുദ്ധമായിട്ടുള്ള സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ തൻ്റെ ആലങ്കാരികമായിട്ടുള്ള വേഷങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു ലിനൻ വസ്ത്രം ധരിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ തൻ്റെ ശരീരത്തിൽ ഒരു ചെറിയ മണിയും അതോടൊപ്പം തന്നെ ഒരു കയറും കെട്ടി അത് ഈ അതിവിശുദ്ധ സ്ഥലത്തിന് പുറത്തേക്ക് ഇട്ടിരിക്കും. എന്നിട്ട് അത് ഇങ്ങനെ ഈ പുകയുന്ന മേഘത്തിൻ്റെ അടയാളമായിട്ട് ധൂപവർഗത്തിൻ്റെ സുഗന്ധവും നിറച്ചുകൊണ്ടാണ് അവിടേക്ക് പ്രവേശിക്കുന്നത്. എന്നിട്ട് തൻ്റെ കൈകൾ ഉപയോഗിച്ച് ഉടമ്പടി പെട്ടകത്തിന് മുമ്പുള്ള ആ കൃപാസനത്തിലും അതിൻ്റെ തറയിലും മൃഗത്തിൻ്റെ രക്തം തളിക്കും. അപ്പോൾ ഒരു യാഗം നടത്തിയിട്ട്, ബലി നടത്തിയിട്ട്, അതിനൊക്കെ പ്രത്യേക സ്ഥലമുണ്ട്, മൃഗബലിയൊക്കെ നടത്താനായിട്ടുള്ള പ്രത്യേക സ്ഥലമുണ്ട്. അവിടുന്ന് രക്തം എടുത്തുകൊണ്ട് ഈ തിരശ്ശീലയ്ക്ക്, രണ്ടാം തിരശ്ശീലയ്ക്ക് ഉള്ളിലായിട്ടുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പ്രവേശിക്കും. ഈ മഹാപുരോഹിതനോട് കൂടെ മറ്റാർക്കും തന്നെ പ്രവേശിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഈ ബിഷപ്പുമാരൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ ഒരുപാട് അച്ഛന്മാരും ജനങ്ങളൊക്കെ പോകുന്ന പോലെ ഒന്നും അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല. വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്ന പാപപരിഹാര ദിനത്തിൽ മഹാപുരോഹിതൻ മാത്രമായിട്ട് അവിടേക്ക് പ്രവേശിക്കും. മഹാപുരോഹിതന് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഈ മണി അടിക്കുന്ന സമയത്ത് വെളിയിൽ നിൽക്കുന്ന പുരോഹിതന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് അത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്ഥലമാണ് യഹൂദന്മാരെ സംബന്ധിച്ച്. അവിടെ വെച്ച് ഈ മഹാപുരോഹിതൻ ദൈവത്തിന് ധൂപം കാണിക്കുമ്പോൾ, ദൈവത്തിന് ഈ കുന്തിരുക്കവും മൂറുമൊക്കെ പുകയ്ക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ ഈ രക്ത അർപ്പണം പറഞ്ഞല്ലോ, രക്തവുമായിട്ടാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ രക്താർപ്പണവുമായിട്ടൊക്കെ അവിടേക്ക് കയറുമ്പോൾ ആ യാഗരക്തം സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ അതിവിശുദ്ധ സ്ഥലത്ത് വെച്ച് മഹാപുരോഹിതൻ മരിച്ചു വീഴും. അങ്ങനെ മരിച്ചു വീഴുമ്പോൾ ആ മരിച്ചു വീണതായിട്ടുള്ള, അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള മഹാപുരോഹിതനെ എടുത്തുകൊണ്ട് വരാനായിട്ട് പുരോഹിതന്മാർക്കോ മറ്റാർക്കോ അവകാശമില്ല. മറിച്ച് ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആരും പ്രവേശിക്കണം പാടില്ല എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കണങ്കാലിൽ കെട്ടിയിരിക്കുന്ന കയറ് വെച്ച് ഇദ്ദേഹത്തെ വെളിയിലേക്ക് വലിച്ചെടുക്കും. അങ്ങനെ മഹാപുരോഹിതനെ വെളിയിലേക്ക് വലിച്ചെടുത്തിട്ട് അദ്ദേഹത്തെ പ്രത്യേകമായി സംസ്കരിക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണ് യഹൂദ മതാചാരത്തിൽ, മഹാപുരോഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം തൻ്റെ ശരീരത്തെ വേറൊരാൾക്ക് പോയി അവിടെ നിന്ന് എടുക്കാൻ അവകാശമില്ല. മറിച്ച് മഹാവിശുദ്ധ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഈ മഹാപുരോഹിതനല്ലാതെ മറ്റാർക്കും പ്രവേശനവുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആ കയറ് പുറത്തേക്ക് നീട്ടിയിടണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുരോഹിതന്മാർക്ക് പോലും അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരിക്കലും പ്രവേശനം അനുവദിച്ചിരുന്നില്ല.
അപ്പം ഒരു കാര്യം ഓർക്കണം, സാധാരണ ജനങ്ങൾക്ക് നിൽക്കാൻ ഈ വിശുദ്ധ സ്ഥലം അനുവാദം കൊടുത്തിരുന്നില്ല. മഹാപുരോഹിതന്മാർ നിൽക്കേണ്ടതായ അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർക്കും കയറി വരാനായിട്ട് അവകാശമില്ലായിരുന്നു. അപ്പോൾ മഹാപുരോഹിതൻ മരിക്കാതെ പുറത്തേക്ക് വന്നു എന്ന് കൂട്ടിക്കോ. അപ്പോൾ അതിൻ്റെ അർത്ഥം താൻ ദൈവസന്നിധിയിൽ കൊണ്ടുപോയതായിട്ടുള്ള ഈ യാഗപരമായിട്ടുള്ള പാപപരിഹാര രക്തത്തെ ദൈവം സ്വീകരിക്കുകയും താൻ അർപ്പിച്ചതായിട്ടുള്ള ധൂപവർഗ്ഗങ്ങൾ ദൈവത്തിന് സ്വീകാര്യമായി തീരുകയും ചെയ്തു, ദൈവത്തിന് സുഗ്രാഹ്യമായി തീർന്നു, ദൈവത്തിനത് പ്രസാദകരമായി തീർന്നു എന്നാണ് അതിൻ്റെ അടയാളം. അവിടെ മനുഷ്യനുമായി താൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് കർത്താവ് പറഞ്ഞതായിട്ടുള്ള ആ ഒരു അനുഭവമാണ് മഹാപുരോഹിതൻ കൃപാസനത്തിൽ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ കൃപാ സങ്കേതത്തിൽ തളിക്കപ്പെട്ട രക്തത്തിൻ്റെ സ്വീകാര്യതയായിരുന്നു ദൈവം കരുണ നൽകിയെങ്കിൽ മഹാപുരോഹിതന് ജീവനോടുകൂടെ പുറത്തേക്ക് വരുവാൻ തൊണ്ടിയായിത്തീരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ മഹാപുരോഹിതൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രാവശ്യം ജനത്തിൻ്റെയും മഹാപുരോഹിതൻ്റെയും പാപം ക്ഷമിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ ജീവനോടെ പുറത്തേക്ക് വരികയാണെങ്കിൽ ദൈവം ജനതയോടും ആ മഹാപുരോഹിതനോടും ക്ഷമിക്കുകയും ക്ഷമിക്കുന്നതിൻ്റെ അടയാളമായിട്ട് അവൻ ജീവനോടെ പുറത്തു വന്നിട്ട് തന്നെ കാത്തു നിൽക്കുന്നതായിട്ടുള്ള പുരോഹിതന്മാരോടും ജനസമൂഹത്തോടും പറയും, ദൈവം ക്ഷമിച്ചു. അപ്പം ദൈവത്തിൻ്റെ പാപക്ഷമ മനുഷ്യന് നൽകുവാൻ തക്കവണ്ണം മഹാപുരോഹിതനെ ദൈവം ജീവനോടെ ശേഷിപ്പിക്കുന്നു. അതാണ് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, ദൈവജനം മഹാപുരോഹിതൻ ദൈവാലയത്തിൽ പ്രവേശിച്ച് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് യാഗാർപ്പണം നടത്തുമ്പോൾ അവരെല്ലാം പ്രാർത്ഥനയോടുകൂടെ ദൈവാലയത്തിൻ്റെ മുറ്റത്തെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നത്? ദൈവം ക്ഷമിച്ചു എന്നുള്ള ആ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ അവർ നിൽക്കുമ്പോൾ ആളുകൾക്ക് ആശ്വാസവും സന്തോഷവും നൽകുവാൻ തക്കവണ്ണം അവരുടെ പാപത്തെ ക്ഷമിച്ചു എന്നുള്ള ആ വലിയ വാർത്തയുമായിട്ടാണ് മഹാപുരോഹിതൻ ഈ ജനത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ പാപമോചനത്തിനുള്ള രക്തം ചിന്തലിൻ്റെ ഈ ഒരു വാർഷിക ഓർമ്മപ്പെടുത്തൽ ഇസ്രായേലിയരുടെ ആരാധനയുടെ ഒരു അനിവാര്യ ഭാഗമായിരുന്നു. അവർ ദൈവത്തെ ആരാധിക്കുന്നത് തന്നെ തങ്ങളുടെ പാപം വിമോചിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അപ്പോൾ ഈ ആചാരത്തിലൂടെ ദൈവം അവരെ എന്താണ് പഠിപ്പിക്കാനും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടും ആഗ്രഹിച്ചത്? വരുവാനുള്ള രക്ഷകൻ്റെ അഥവാ മശിഹായുടെ എന്നേക്കുമായിട്ട് അർപ്പിക്കപ്പെടുവാനുള്ള ഒരു പൂർണ്ണമായ യാഗത്തെ എന്നേക്കുമായി ക്ഷമിക്കപ്പെടുവാനുള്ള മനുഷ്യൻ്റെ പാപക്ഷമ ദൈവം നൽകുന്നതിൻ്റെ പൂർണ്ണമായ ഒരടയാളമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിഴലായിട്ടാണ് അന്ന് മഹാപുരോഹിതന്മാർ ഈ യാഗം, പരമമായ യാഗം അർപ്പിക്കാൻ വരുന്ന മശിഹായുടെ മുന്നോടിയായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം താൽക്കാലികമായ ഒരു പാപക്ഷമയുടെ സൂചനകളാണ് അന്നത്തെ മഹാപുരോഹിതന്മാർ കൊടുത്തിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗമെന്ന് പറയുന്നത് അത് പൂർണ്ണമായ ഒരു യാഗത്തിനായി എന്നേക്കുമുള്ള ഒരു മഹാപുരോഹിതനായ മശിഹായുടെ ബലിയർപ്പണം നടത്തേണ്ടതാണെന്നുള്ള ആ പരമമായ സത്യത്തെയാണ് അതിലൂടെ വിളിച്ചോതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു എന്നേക്കുമായുള്ള ഒരു മഹാപുരോഹിതൻ എന്ന് വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിലെ എബ്രായ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം യേശു ക്രിസ്തു എന്നേക്കുമായിട്ടുള്ള ത്രികാലങ്ങളുടെ, ഞാനത് കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു, ഇതുവരെ നിങ്ങൾ ആ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവുണ്ടായിട്ട് അത് കാണണം. നിങ്ങൾക്ക് ഈ വീഡിയോകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. കാരണം ഇത് അമൂല്യമായ ദൈവവചനത്തിലെ രഹസ്യങ്ങളാണ്. ഇത് നമ്മളെ വിട്ടുവിടരുത്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നമ്മൾ മാത്രം നിത്യജീവനിൽ കടന്നാൽ പോരാ. നമ്മുടെ എല്ലാ സമൂഹത്തിലുള്ള ഏത് ജാതിയോ മതമോ വർഗമോ വർണ്ണ വ്യത്യാസമില്ലാതെ, ദൈവത്തിന് മതവും ജാതിയില്ലല്ലോ, അങ്ങനെ ദൈവത്തിന് മതമുണ്ടെന്ന് ഏതെങ്കിലും മതക്കാർ പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ മതം എന്നേക്കുമായിട്ട് ചങ്ങല ഇടേണ്ട മതമാണ്. കാരണം അത് മതം പൊട്ടിയ മതമാണ്. മതം പൊട്ടി ആനയ്ക്കൊക്കെ മതം പൊട്ടുന്ന പോലെ പൊട്ടിക്കിടക്കുന്ന മതം പൊട്ടിക്കിടക്കുന്നതാണ്. അപ്പോൾ അത് ചങ്ങലക്കിടേണ്ടി തന്നെയാണ്. എന്നാൽ ദൈവത്തിന് മതമില്ല, ദൈവത്തിന് ജാതിയില്ല, ദൈവം മതം ആർക്കും നൽകിയിട്ടില്ല. മനുഷ്യൻ രൂപീകരിച്ചാണ് മതങ്ങളൊക്കെ. ദൈവത്തിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എന്താണ്? മനുഷ്യൻ്റെ രക്ഷാമാർഗം. ആ രക്ഷാമാർഗം ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് ഇതെല്ലാവരും അറിയണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇതിനുവേണ്ടി വളരെ പ്രയത്നമെടുത്ത് കൃത്യമായി നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളിത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണമേ എന്ന് ഞാൻ ഒരിക്കലൂടെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഈ
മഹാപുരോഹിതനായിട്ടുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ, എബ്രായ ലേഖനത്തിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് യഹൂദന്മാരുടെ പാരമ്പര്യപ്രകാരമുള്ള ഒരു മഹാപുരോഹിതനല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ യേശു ക്രിസ്തു യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ള മഹാപുരോഹിതനാകുമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു സകല മാനവരുടെയും മഹാപുരോഹിതനായതുകൊണ്ടാണ് യേശുവിൻ്റെ ക്രമം, അല്ലെങ്കിൽ യേശുവിൻ്റെ കൂറ്, യേശുവിൻ്റെ ഓർഡർ, യേശുവിൻ്റെ മഹാപൗരോഹിത്യത്തിൻ്റെ ഓർഡർ അത് ലേവ്യ ഓർഡർ അനുസരിച്ചല്ല, യഹൂദ ഓർഡർ അനുസരിച്ചല്ല, മറിച്ച് ലേവ്യരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ അവരുടെയൊക്കെ പൂർവ്വപിതാവായ അബ്രഹാം പോലും ദശാംശം കൊടുക്കുകയും ദൈവത്തെ ആരാധിക്കാനായിട്ട് പ്രേരണ നൽകുകയും ചെയ്തതായിട്ടുള്ള മൽക്കിസദേക്ക് എന്ന് പറയുന്ന രാജത്വവും അതുപോലെ പ്രവാചകത്വവും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ മഹാപുരോഹിതനുമായിരുന്ന മൽക്കിസദേക്കിൻ്റെ അന്ന് നിഴലായിട്ടാണ് മൽക്കിസദേക്ക് അവിടെ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ അതിൻ്റെ പൂർണ്ണതയായിരിക്കുന്ന യേശു ക്രിസ്തു മൽക്കിസദേക്കിൻ്റെ ഓർഡർ അനുസരിച്ചുള്ളവനെന്ന് വളരെ കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കേൾക്കാനിടയായി തീർന്നു. അക്ബർ സാഹിബും അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ കൈകടത്തൽ ബൈബിളിൽ സംഭവിച്ചു, അതുകൊണ്ട് പൂർണ്ണമായിട്ടാണ് അദ്ദേഹത്തിനൊക്കെ കിട്ടിയിരിക്കുന്ന വെളിപ്പാടെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും മനോഹരമായ രീതിയിൽ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരധ്യായം ഒന്ന് എടുത്ത് വായിച്ചു തരാനായിട്ട് സാധിക്കും? ഒറ്റ അധ്യായം. ഞാൻ അതിൽ കൂടുതൽ ചോദിക്കുന്നില്ല. 114 അധ്യായങ്ങളുണ്ടല്ലോ. ആ അധ്യായങ്ങളിൽ 6666 ആയത്തുകൾ, അതിൽ 423 ആയത്തുകൾ നമ്മളുടെ ആയിഷ ബീബി റാവിയുടെ ആട് തിന്നതിന് ശേഷമുള്ള ബാക്കി ആയത്തുകൾ അന്തർലീനമായിരിക്കുന്ന ആ പുസ്തകത്തിൽ നിന്ന് ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെയുള്ള മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്ന, മനുഷ്യനെ വിമോചിപ്പിക്കാൻ കഴിയുന്ന, മനുഷ്യന് വീണ്ടെടുപ്പ് നൽകാൻ കഴിയുന്ന രക്ഷിതാവിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു വിവരണം തരാൻ കഴിയുമോ? കഴിയുകയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ഓർത്തോണം, നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് എക്കാലങ്ങളിലേക്കും എല്ലാ മനുഷ്യർക്കും വേണ്ടി സമ്പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രമാണമാണ് വിശുദ്ധ ബൈബിൾ. ആ ബൈബിളിനപ്പുറത്ത് മറ്റൊരു റെവലേഷൻ ദൈവം നൽകേണ്ടത് ആവശ്യമില്ല. കാരണം മനുഷ്യവർഗത്തെ രക്ഷിക്കാനുള്ള എല്ലാ പാപ പരിഹാര ബലിയും തന്നിൽ തന്നെ പൂർത്തീകരിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ മരണസമയത്ത് ദൈവാലയത്തിൽ ഞെട്ടിക്കുന്ന വലിയൊരു സംഭവം നടന്നത്. അതെന്താണെന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ്? ദൈവാലയത്തിൻ്റെ തിരശീല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞു, ദൈവാലയ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് കീറി. അത് മനുഷ്യനല്ല കീറിയത്, ദൈവമാണ് ആ തിരശീല കീറിയതെന്ന് വളരെ കൃത്യമായിട്ട് വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ സമയം മുതൽ ദൈവത്തെ സമീപിക്കുന്നതിനുള്ള ഒരു പുതിയ മാർഗം, പുതിയ വഴി, പുതിയതായിട്ടുള്ളൊരു പന്താവ്, ഒരു പാത നമുക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിനമാണ് ക്രിസ്തുവിൻ്റെ മരണസമയം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്തിൽ നമുക്കെല്ലാവർക്കും പിതാവിൻ്റെ അടുക്കിലേക്ക്, കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ സാധിക്കുന്നതാണ്. അതൊരു ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമായിരുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ മനുഷ്യവർഗത്തിന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചു വരുവാനുള്ള ആ പുത്രസ്വീകാര്യത ഒരു മഹാപുരോഹിതന് മാത്രമല്ല ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന, മറിച്ച് ക്രൂശിലെ പൂർത്തിയായിട്ടുള്ള ആ ബലിയിൽ വിശ്വസിക്കുന്ന എല്ലാ ജനതയ്ക്കും, അത് കാട്ടിൽ കഴിയുന്നവർക്കും നാട്ടിൽ കഴിയുന്നവർക്കും ഏത് ഭാഗത്ത് കഴിയുന്നവർക്കും ഏത് ലോകത്തിൽ കഴിയുന്നവർക്കും ഏത് ഭാഷ സംസാരിക്കുന്നവർക്കും ഏത് ആശയങ്ങളിലുള്ളവർക്കും ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ, സന്നിധിയിലേക്ക് വരുവാൻ യാതൊരു തടസ്സവുമില്ല. സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് വരാൻ കഴിയും. ഒരു പ്രത്യേക പുരോഹിതൻ്റെയോ ഒരു പ്രത്യേക മധ്യസ്ഥതയോ അതിനാവശ്യമില്ലെന്ന് മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ബലിയിൽ വിശ്വസിച്ച് സ്വയസമർപ്പണം ചെയ്യുന്നവരെയൊക്കെയും പുരോഹിത ഗണത്തിലേക്ക് ദൈവം ചേർക്കുകയും ചെയ്യുന്നു. അതാണ് വേറൊരു കാര്യം. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കൊണ്ട് നമുക്ക് കൃപാസനത്തിലേക്ക് അടുത്തു വരാമെന്ന് മാത്രമല്ല, അങ്ങനെ അടുത്തു വരുന്നവരൊക്കെ പുരോഹിത ഗണത്തിലേക്ക് ഉൾപ്പെടുകയാണ്. അപ്പോൾ ഒരു വലിയ കൂട്ടം പുരോഹിതന്മാർ വിശ്വാസത്തിന് അനുസരണമുള്ളവരായി തീർന്നുവെന്ന് അപ്പോസ്തല നടപടികൾ 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും പുരോഹിത ഗണത്തിലേക്ക് ഉൾപ്പെടുവാനുള്ള
സ്വാതന്ത്ര്യം തന്നു എന്ന് മാത്രമല്ല, നമ്മളെ വെളിപ്പാട് പുസ്തകത്തിലും അതുപോലെ തന്നെ പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന ലേഖനത്തിലും വളരെ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, നമ്മളെ അവൻ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തിരിക്കുന്നു. എന്തൊരു മഹത്വകരമായ ഒരനുഭവമാണ് പ്രിയമുള്ളവരെ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ അടിമകളായിട്ട് കഴിയണോ? എം അക്ബർ സാഹിബൊക്കെ പറയുന്ന പോലെ അള്ളാഹുവിൻ്റെ അടിമകളായിട്ട് കഴിയണമോ, അതോ ദൈവത്തിൻ്റെ കൂടെ ജീവിച്ചുകൊണ്ട് സകലത്തിൻ്റെയും ഉടമകളായി, സ്വർഗത്തിൻ്റെ ഉടമകളായി ജീവിക്കണമോ? നിങ്ങളുടെയാണ് തീരുമാനം. അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവമക്കളായി തീർന്നുകൊണ്ട് ഉടമസ്ഥാവകാശത്തിലേക്ക് ഉയരാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അടിമകളായി തീർന്നുകൊണ്ട് കള്ളിനു വേണ്ടിയും പെണ്ണിനു വേണ്ടിയും എല്ലാ കാലത്തും ജീവിക്കേണ്ടി വരും. അതിൽ നിന്ന് വിട്ട് ദൈവിക പൊന്മുഖം കണ്ട് ദൈവിക സാന്നിധ്യം ഉണർന്നുകൊണ്ട് ദൈവത്തോടുകൂടെ വസിക്കാൻ തക്കവണ്ണം യെരുശലേം ദൈവാലയത്തിൻ്റെ തിരശീല നമുക്ക് കീറിത്തന്നിട്ട് ആ സമയത്ത് യേശു ക്രിസ്തു മരിച്ചു എന്ന് പുരോഹിതന്മാർക്ക് മനസ്സിലാകുകയും അവരത് കേട്ടതായിട്ടുള്ള സമയത്ത് അവരെല്ലാവരും ഞെട്ടിപ്പോവുകയും ചെയ്തു. അങ്ങനെയാണ് ആ പുരോഹിതഗണം വലിയൊരു വിഭാഗം വിശ്വാസത്തിലേക്ക് വന്നതോടുകൂടെ ക്രിസ്തുവിൻ്റെ വലിയുടെ പൂർണ്ണതയുടെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രവാചകന്മാർ പറഞ്ഞ ഒരു പുതിയ ഉടമ്പടിയുടെ പ്രവചനം ദൈവം നിറവേറ്റുകയായിരുന്നു. അതിന് ഉദാഹരണമായിട്ട് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമ്മളുമായിട്ട് എടുക്കുന്ന ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ച് ക്രൂശീകരണത്തിന് 600 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെരമ്യാവ് പറഞ്ഞത് പൂർത്തീകരിക്കുകയായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണം സംഭവിച്ചു. അവനെ അടക്കം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യം നമുക്കൊന്ന് കേൾക്കാം. അതായത് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയതായിട്ടുള്ള സമയത്ത് യേശുവിന് മാന്യമായ ഒരു ശവസംസ്കാരം നൽകാൻ കർത്താവ് ഒരു ധനികനെ പ്രേരിപ്പിച്ചു. അതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കേൾക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് ഇതിൻ്റെ താഴെ എഴുതണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡ് നിങ്ങളെ കേൾക്കണമേ. താങ്ക് യു വെരി മച്ച്.